ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പെരി പെരി ചിക്കനാണ്. അതിനുവേണ്ടി ഞാൻ ചിക്കൻ ലെഗ്സ് ആണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ചുമന്ന മുളകാണ് എടുത്തേക്കുന്നത്. ഈ ചുമന്ന മുളകിന് പകരം വറ്റൽമുളക് ചൂടുവെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയിട്ട് എടുത്താൽ മതി. പിന്നെ ഒരു 5 ഗാർലിക്കോളം എടുത്തിട്ടുണ്ട്. വൈറ്റ് ഒനിയനാണ് എടുത്തേക്കുന്നത്. 3 ടേബിൾ സ്പൂണോളം നമ്മൾ ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട്. ഇത് വിനീഗറാണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പ്, മല്ലിയില, ഒരു ലെമൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് ഒന്ന് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം മല്ലിയില, ഗാർലിക്, ഒലിവ് ഓയിൽ, വിനീഗർ, പിന്നെ നമുക്ക് മുളകൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് പാപ്രിക്ക പൗഡറും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പാപ്രിക്ക പൗഡർ ഇല്ല എങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് 1 ലെമൺ ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. ഈ ലെമൺ ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് നമ്മുടെ പെരി പെരി സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പെരി പെരി സോസാണ് കേട്ടോ. ഈ പെരി പെരി സോസ് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സോസാണിത്. ഇനി നമുക്ക് പെരി പെരി സോസ് ഉപയോഗിച്ച് നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. കുറച്ച് മാത്രമേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ പാനിലാണ് ഫ്രൈ ചെയ്ത് വെക്കുന്നത്. ഞാനിവിടെ കുറച്ച് വേറെ ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് സ്കിന്നോടുകൂടിയാണ് ചിക്കൻ ലെഗ്സ് എടുത്തേക്കുന്നത്. അതിലും കൂടെ നമുക്കൊന്ന് ഈ പെരി പെരി സോസ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഏകദേശം ഞാനിതൊരു 1 മണിക്കൂറോളം ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. അതിന് ശേഷമാണിത് ഫ്രൈ ചെയ്യുകയും ഓവനിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുകയും ചെയ്തത്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം 1 മണിക്കൂറോളം. നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒലിവ് ഓയിലിന് പകരം നമുക്ക് സൺഫ്ലവർ ഓയിലാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിനകത്ത് കുറച്ച് എണ്ണ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഓരോരോ ചിക്കൻ ലെഗ്സ് ആയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടട്ടെ. ഇപ്പം നമ്മുടെ പെരി പെരി ചിക്കൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം കേട്ടോ. ഇനി നമ്മൾ ബാക്കിയുള്ള ചിക്കൻ നമ്മളൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ്. അത് ഓവനിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാൻ പോവാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ട്രേയുടെ മുകളിൽ നമ്മളൊരു ബേക്കിംഗ് പേപ്പറും കൂടെ വിരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ട്രേ വേഗം കഴുകിയൊക്കെ എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ ഈ ബേക്കിംഗ് പേപ്പർ വിരിച്ചേക്കുന്നത്. ഇല്ലെങ്കിൽ ബേക്കിംഗ് പേപ്പറിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ ട്രേയിൽ തന്നെ നമുക്ക് ഇത് വെക്കാവുന്നതാണ്. അത് നമുക്കിനി ഓരോരോ ചിക്കൻ പീസായിട്ട് ഇതേപോലെ നമുക്ക് നിരത്തി വെക്കാം. എന്നിട്ട് ബാക്കി ഉണ്ടായിരുന്ന നമ്മുടെ പെരി പെരി സോസ് ഈ ചിക്കൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചും കൊടുക്കാം. പ്രീഹീറ്റഡ് ഓവനിൽ 25 മിനിറ്റ്സാണ് ഞാൻ ഈ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാൻ എടുത്തേക്കുന്ന സമയം. ഇനി നമുക്കിത് ഓവനിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ ഓവനിൽ വെച്ച ചിക്കന് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം.